മന്തി ഓർഡർ ചെയ്യുന്ന പോലെ കഞ്ചാവും ഓർഡർ ചെയ്യാം, വീട്ടുപടിക്കൽ എത്തിച്ചേരും. കാലത്തിനനുസരിച്ച് കോലം മാറുന്ന കഞ്ചാവ് കച്ചവടക്കാരന്റെ വാർത്തയിലേക്കാണ്. ലഹരി കച്ചവടത്തിന് പുത്തൻ മാർഗങ്ങൾ തേടി യുവാവിനെ എക്സൈസ് കയ്യോടെ പൂട്ടി. ഇടുക്കി കട്ടപ്പനയിൽ ഓൺലൈൻ വ്യാപാര ഡെലിവറി ആപ്പുകളുടെ മറവിൽ ഡെലിവറി ബോയ് എന്ന വ്യാജേന കഞ്ചാവ് വിൽപ്പന നടത്തുന്ന 22-കാരനാണ് പിടിയിലായത്. തൃശൂരിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് കട്ടപ്പനയിൽ എത്തിച്ച് വിൽക്കുന്നതിനിടെയാണ് ഇയാൾ അകത്തായത്. കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന ആളാണ് തൃശൂർ മുല്ലക്കര സ്വദേശി ശ്രീജിത്ത് KS. മുൻപ് കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീജിത്തിലേക്ക് എക്സൈസ് സംഘം എത്തുന്നത്. വിവിധ ഓൺലൈൻ ഡെലിവറി വ്യാപാര ആപ്പുകളുടെ വിതരണ ഏജൻസിയിലെ ജീവനക്കാരനാണ് ശ്രീജിത്ത്. ലഹരി ആവശ്യമുള്ളവർ ശ്രീജിത്തിനെ ബന്ധപ്പെടുകയും ഓൺലൈൻ വ്യാപാര വിതരണക്കാരൻ എന്ന പേരിൽ ബൈക്കിൽ സഞ്ചരിച്ച് കഞ്ചാവ് കൈമാറുകയുമായിരുന്നു രീതി. പലതവണ എക്സൈസ് സംഘം ഇയാളെ പിടികൂടി പരിശോധിച്ചിരുന്നെങ്കിലും തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നലെ എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കുടുങ്ങി. തൃശൂരിൽ നിന്ന് കട്ടപ്പനയിൽ എത്തിച്ച് വിൽപ്പന നടത്താൻ വേണ്ടി പാക്കറ്റിലാക്കി 1.5 കിലോ കഞ്ചാവ് വാഹനത്തിൽ കൊണ്ടുവരുമ്പോഴാണ് പിടിവീണത്. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കട്ടപ്പന കേന്ദ്രീകരിച്ച് കൂടുതൽ ആളുകൾ ഓൺലൈൻ ഡെലിവറി വ്യാപാര ആപ്പുകളുടെ മറവിൽ ലഹരി ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്നാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം. വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനയുണ്ടാകും. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.